നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും RPF എക്സൈസ് സംഘം കഞ്ചാവും വിദേശ മദ്യവും പിടികൂടി. മാർക്കറ്റ് റോഡ് നവീകരിക്കാത്തതിൽ കൗൺസിൽ ഹാളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മാലിന്യ സംസ്കരണ ബോധവൽക്കരണത്തിന് ഹ്രസ്വചിത്രവുമായി ജില്ലാ ശുചിത്വ മിഷൻ. അടിയന്തരാവസ്ഥ പോരാളികളെ രണ്ടാം സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിക്കണമെന്ന് ബിഗ് ടീം ഫോറം. ഞാൻ റീത്ത. വാർത്തകൾ വിശദമായി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കഞ്ചാവും വിദേശ മദ്യവും പിടികൂടി. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ ദി ബ്രിഗേഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസിൽ നിന്നും ഉടമസ്ഥനില്ലാത്ത രീതിയിൽ കണ്ടെത്തിയ ബാഗുകളിൽ നിന്നും 17.2 കിലോ കഞ്ചാവും 8 കുപ്പി അരുണാചൽ പ്രദേശ് നിർമ്മിത വിദേശ മദ്യവും കണ്ടെടുത്തു. കണ്ടെത്തിയ കഞ്ചാവിന് 8 ലക്ഷത്തോളം രൂപ വില വരും. സംഭവങ്ങളിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം ആരംഭിച്ചു. പരിശോധനയിൽ RPF ക്രൈം ഇന്റലിജൻസ് വിഭാഗം ഇൻസ്പെക്ടർ N കേശവദാസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ KM ഷിജു, ഹെഡ് കോൺസ്റ്റബിൾ N അശോക്, അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർമാരായ സെയ്ദ് മുഹമ്മദ്, Y രൂപേഷ്, KC രാജേഷ്, അജിത് കുമാർ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ ബെന്നി K സെബാസ്റ്റ്യൻ, സമോദ്, രാകേഷ്, സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ശരവണൻ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് മാർക്കറ്റ് റോഡ് നവീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. അൺപാർലമെന്ററി വാക്കുകളോ ഉപയോഗിക്കുന്നത് സെക്രട്ടറി ഇവിടെ വന്നിരുന്നോ? അവരോട് പോകാൻ പറഞ്ഞോളൂ. കാര്യങ്ങൾ എന്താണ് പറഞ്ഞത്? ദയവായിട്ട് എല്ലാവരും
നിരവധി അജണ്ടകളുമായി ചേർന്ന കൗൺസിൽ യോഗത്തിന് ഇടയ്ക്കാണ് പാലക്കാട് നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മഞ്ഞക്കുളം മുതൽ ശകുന്തള ജംഗ്ഷൻ വരെയുള്ള റോഡ് നവീകരിക്കണമെന്ന ആവശ്യവുമായി പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. എന്നാൽ കൗൺസിൽ യോഗത്തിലേക്ക് അനുമതിയില്ലാതെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് BJP കൗൺസിലർ ചോദ്യം ചെയ്തതോടെ കൗൺസിൽ യോഗത്തിൽ BJP UDF കൗൺസിലർമാർ തമ്മിൽ ബഹളമായി. മഴക്കാലം എത്തിയതോടെ റോഡ് നിർമ്മാണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്നും പാലക്കാട് മേലാമുറി മാർക്കറ്റ് റോഡിന്റെ നവീകരണം പൂർത്തീകരിച്ചുവെന്നും മഞ്ഞക്കുളം ശകുന്തള ജംഗ്ഷൻ റോഡ് ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ഇതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് മറ്റ് അജണ്ടകൾ കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്തത്. മാലിന്യ സംസ്കരണത്തിന്റെ സന്ദേശവുമായി അരുത് എന്ന ഹ്രസ്വചിത്രവുമായി ജില്ലാ ശുചിത്വ മിഷൻ. ജില്ലയിൽ ശുചിത്വ കേരള മിഷന്റെ നേതൃത്വത്തിൽ നാട്ടിലാകെ ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിൻ്റെ ഡോക്യുമെൻ്ററി അവതരണം നടത്തുന്നതിന് വേണ്ടി ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. മാലിന്യം അലസമായി വലിച്ചെറിയാതെ ഭൂമിയെ ഏറ്റവും നന്നായി സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നാം കൊടുക്കേണ്ടതുണ്ട്. തീർച്ചയായും അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ കാർഷിക ഭൂമിയായ പാലക്കാടിന്. ജില്ലാ ശുചിത്വ മിഷന് വേണ്ടി മാലിന്യ സംസ്കരണത്തിന്റെ സന്ദേശവുമായി ഒരുങ്ങുന്ന അരുത് എന്ന ഹ്രസ്വചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ നിർവഹിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീട്ടുവളപ്പിൽ കത്തിക്കുന്നതും അറവു മാലിന്യങ്ങൾ പൊതുയിടങ്ങളിൽ തള്ളുന്നതും ജലാശയങ്ങളെയും അന്തരീക്ഷത്തെയും മലീമസമാക്കുന്നതും നമ്മൾ വരും തലമുറയോട് ചെയ്യുന്ന ക്രൂരതയാണെന്ന് പൊതുജനത്തെ ബോധവൽക്കരിക്കാനാണ് അരുത് എന്ന ഹ്രസ്വചിത്രം ഒരുക്കുന്നതെന്ന് K ബിനുമോൾ പറഞ്ഞു. കണ്ണാടി പഞ്ചായത്ത് അംഗം കൂടിയായ K പ്രമോദ്, ദേവ് പ്രസാദ്, നജ്മ സലീം, ബേബി ആഷിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് അശോകൻ രാജീവനാണ്. നവാഗതനായ ഹഗീത് കാശിനാഥൻ ഹരി സംവിധാനം നിർവഹിക്കുന്നു. ക്യാമറ മഹാദേവൻ, ചമയം പുതുപ്പുരിയാരം കൃഷ്ണൻകുട്ടി. പാലക്കാടിന്റെ വിവിധ സ്ഥലങ്ങളിലായി ചിത്രീകരണം പുരോഗമിക്കുന്നു. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടരായി അടിയന്തരാവസ്ഥക്കെതിരെ തെരുവിലിറങ്ങിയവർ ഒത്തുകൂടി. ലോകത്തിലെ ഹിറ്റ്ലറും മുസോളിനിയും ടോജോനും പോലെയുള്ള സർവാധികാരികൾ അവരുടെ അധികാര ദുർവിനിയോഗത്തെ ജനം ചോദ്യം ചെയ്യാൻ തിരിച്ചറിഞ്ഞപ്പോൾ അവർ ഈ രാജ്യത്തെ അവരുടെ വർഗശത്രുവായിട്ടുള്ള ജനങ്ങൾക്കെതിരെ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു, നാസിപ്പടയുണ്ടാക്കി. ഒരുപാട് 60 ലക്ഷം ആളുകളെ തന്നെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ വെച്ച് കൊല ചെയ്തു. എന്നപോലെ ഇന്ത്യയിലെ പൗരസ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലുള്ള എല്ലാ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം എല്ലാം നിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ 1975 ജൂൺ 25 അർദ്ധരാത്രി 25-26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ സർവാധികാരിയായി അടിയന്തരാവസ്ഥ വിരുദ്ധ വിക്ടിംസ് ഫോറം സംഘടിപ്പിച്ച കൂട്ടായ്മ വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് 1975 ജൂൺ 25 അർദ്ധരാത്രി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ ആകർഷകരായി അടിയന്തരാവസ്ഥക്കെതിരെ തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പോലും കൊടിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. വ്യവസ്ഥാപിത സോഷ്യലിസ്റ്റ് മൂല്യങ്ങളുടെ പോഷണം രാജ്യത്തെ വീണ്ടും ഇരുണ്ട നാളുകളിലേക്ക് നയിക്കുകയാണ്. സോഷ്യലിസ്റ്റ് പുരോഗമന ചിന്തകൾക്കും പ്രവർത്തനങ്ങൾക്കും മാത്രമേ രാജ്യത്തെ രക്ഷിക്കാനാവൂ എന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. അടിയന്തരാവസ്ഥ ചരിത്രം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക, അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രവർത്തകരെ രണ്ടാം സ്വാതന്ത്ര്യ സേനാനികളായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ വിക്ടിംസ് ഫോറം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. K കുട്ടികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. V കൃഷ്ണൻകുട്ടി, R സുരേന്ദ്രൻ, PS രാധാകൃഷ്ണൻ, K നാരായണൻ, N ബാലകൃഷ്ണൻ, നാരായണൻ വിളയോടി, ഗോപാലൻ മലമ്പുഴ, രാജമുത്തു എന്നിവർ സംസാരിച്ചു. ലഹരിയുടെ വ്യാപനം തടഞ്ഞ് ഭാവി തലമുറയെ സംരക്ഷിക്കണമെന്ന് കേരള മദ്യനിരോധന സമിതി. മദ്യപാനവും പുകവലിയുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ ലഹരി എന്ന് പറയുന്ന വസ്തുവായി പൊതുവെ അറിയപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് അതിനേക്കാൾ ഭീകരമായ നിരവധി ലഹരി വസ്തുക്കൾ മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ മദ്യപാനികളെ സമൂഹം മോശമായി കണ്ടിരുന്നു. കുട്ടികളുടെ ഇടയിലൊക്കെ തന്നെ മദ്യപാനം. കേരളത്തിൽ ലഹരി ഭയാനകം വിധം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇത് തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു.
രാജ്യത്തെ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്നും പാലക്കാട് വെണ്ണക്കരയിൽ ഹിന്ദി മഹാവിദ്യാലയത്തിൽ നടന്ന സമ്മേളനം വ്യക്തമാക്കി. സമ്മേളനത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ ക്വിസ് മത്സരവും ബോധവൽക്കരണ ക്ലാസുകളും നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ PSC മെമ്പർ P. ശിവദാസൻ മാസ്റ്റർ നിർവഹിച്ചു. ലഹരി വ്യാപനത്തിനായുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളുടെ കരങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ കുട്ടികൾ ജാഗ്രത പുലർത്തണമെന്നും കുട്ടികളുടെ ഭാവി തകരാതിരിക്കാൻ രക്ഷിതാക്കളുടെ പ്രത്യേകമായ കരുതൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അക്ബർ H. ബാദുഷ അധ്യക്ഷത വഹിച്ചു. കേരള മദ്യനിരോധന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മോഹനകുമാരൻ, പ്രമുഖ ഗാന്ധിയൻ പ്രവർത്തക ലക്ഷ്മി M. പത്മനാഭൻ, സാമൂഹ്യ പ്രവർത്തകൻ വേലായുധൻ കൊട്ടേക്കാട് എന്നിവർ ലഹരി വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തി. ലഹരിയുടെ ചതിക്കുഴികളും ജാഗ്രതാ നടപടികളും എന്ന വിഷയത്തിൽ ഡോക്ടർ A. K. ഹരിദാസ്, ഡോക്ടർ B. ഗോപാലകൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റി അംഗമായ സുഭാഷ് കുമാർ M. ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള മദ്യനിരോധന സമിതി പാലക്കാട് ജില്ലാ സെക്രട്ടറി P. V. സഹദേവൻ, ജില്ലാ ട്രഷറർ T. N. ചന്ദ്രൻ, ലഹരി വിമുക്തി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ മൊയ്തീൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. മണികണ്ഠൻ, TG ഷൈൻ, ഹിന്ദി കോളേജ് അധ്യാപകയും കേരള മദ്യനിരോധന സമിതി വനിതാ ഫോറം ജില്ലാ കൺവീനറുമായ ഫാത്തിമ ടീച്ചർ, സ്റ്റഡി പോയിന്റ് കോളേജ് പ്രിൻസിപ്പാൾ മുഹമ്മദ് നിസാമുദ്ദീൻ, P. K. രാജൻ, വിനീഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇതോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ 1ാം സമ്മാനം PR ആത്മജും 2ാം സമ്മാനം S. അൻസിലും മുഹമ്മദും നേടി. ഉദ്ഘാടകനായ മുൻ PSC മെമ്പർ P. ശിവദാസൻ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു. അട്ടപ്പാടിയിൽ അരിവാൾ രോഗത്തെ തുടർന്ന് ഒരു കുട്ടി കൂടി മരിച്ചു. വടക്കോട്ടുതറയിലെ വെള്ളങ്കരിയുടെയും കാളിയമ്മയുടെയും മകൾ അമൃതലക്ഷ്മി 10 ഇന്നലെ രാവിലെ മരിച്ചു. അഗളി ഗവൺമെന്റ് LP സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൃതലക്ഷ്മി ശിവകാമി എന്ന ഹ്രസ്വചിത്രത്തിലൂടെ ശ്രദ്ധേയായിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങിയ കുട്ടിയെ രാവിലെ അനക്കംപറ്റ നിലയിൽ കാണുകയായിരുന്നു. കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. കുടുംബത്തിലെ 9 അംഗങ്ങളിൽ 7 പേരും അരിവാൾ രോഗബാധയുള്ളവരോ രോഗവാഹകരോ ആണ്. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടത്തി. സഹോദരങ്ങൾ ശിവശങ്കരൻ, ശിവകാമി, നന്ദിനി, മണികണ്ഠൻ, കൃഷ്ണവേണി, മീനാക്ഷി. ആദിവാസികളുടെ ജീവിതവും സംസ്കാരവും പരിചയപ്പെടുത്തിയ ശിവകാമി എന്ന ഹ്രസ്വചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു അമൃതലക്ഷ്മി. ആദ്യമായി ക്യാമറയ്ക്ക് മുമ്പിൽ വന്നതിന്റെ ബുദ്ധിമുട്ടുകളില്ലാതെയുള്ള അഭിനയം. ഒട്ടേറെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച ശിവകാമി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. അഭിനയം കണ്ട് സംവിധായകരെ വിളിച്ച് ബാലതാരത്തിന്റെ വിവരം തേടിയവരും പുതിയ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു. ശിവകാമി സംവിധാനം ചെയ്ത അഗളി IHRD കോളേജ് അധ്യാപിക സാജിദ മൊയ്തീൻ തന്റെ അടുത്ത ഷോർട്ട് ഫിലിമിലും അമൃതലക്ഷ്മിയെ അഭിനയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഒട്ടേറെ പുരസ്കാരം നേടിയ ഈ സിനിമ സ്കൂളിലെ കൂട്ടുകാരെ കാണിക്കണമെന്ന ആഗ്രഹം ബാക്കിയായിരുന്നു. സ്വകാര്യ സ്കൂളിൽ 2ാം ക്ലാസ്സിലായിരിക്കുമ്പോഴാണ് അമൃതലക്ഷ്മിയുടെ രോഗം പുറത്തറിയുന്നത്. ചികിത്സാ സൗകര്യത്തിനായി ഹോസ്റ്റൽ വിട്ട് വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് അഗളി ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നു. വെള്ളങ്കരിക്കും കാളിയമ്മയ്ക്കും 7 മക്കളാണ്. 2 വർഷം മുമ്പ് സ്വകാര്യ സ്കൂളിലെ ഹോസ്റ്റലിൽ അമൃതലക്ഷ്മി തലകറങ്ങി വീണതിനെ തുടർന്നാണ് കുടുംബത്തിന്റെ രോഗവിവരങ്ങൾ ചർച്ചയായത്. തുടർന്നാണ് താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് പകരം ലൈഫ് മിഷനിൽ വീട് പോലും അനുവദിച്ചു കിട്ടിയത്. പൂർത്തിയാകാത്ത വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. ഇടവേള. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. കേരളശ്ശേരി ഹൈസ്കൂളിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ബാഡ്ജ് കുത്തിക്കൊണ്ടതിന്റെ ഭാഗമായി അപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ സീഡ് ക്ലബിന്റെ ഉദ്ഘാടനം ചെയ്യാനും അതോടൊപ്പം അറബി ക്ലബിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റർ ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചു. എന്തായാലും കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ടീച്ചർ പറഞ്ഞു. കുറച്ച് കുട്ടികളുള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള സന്തോഷമുണ്ട്. കാരണം ആയിരക്കണക്കിന് കുട്ടികളുണ്ടാകുമ്പോൾ എല്ലാ കുട്ടികളിലും കണ്ടെത്താൻ പ്രയാസം. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം, കുഞ്ഞുമക്കളാണ് നിങ്ങൾ. എൻ്റെ മക്കള് എൻ്റെ കുട്ടിയുടെയൊക്കെ പ്രായമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട്
ഏത് തരത്തിൽ ലഹരി വിരുദ്ധമായി സംസാരിക്കണം എന്നുള്ളത് ഞാനിവിടെ ഇരുന്ന് ആലോചിച്ചു. കാരണം ഇന്നത്തെ കാലം വളരെ കെട്ട കാലത്തിൽ കൂടെയാണ് ഞങ്ങൾ നിങ്ങളുടെ അധ്യാപകരും ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലം പോലെയല്ല. ഞങ്ങളുടെ കാലഘട്ടത്തിൽ സ്കൂളുകളിലൊന്നും ഒരുപക്ഷെ കോളേജുകളിലൊക്കെ അല്പം ഒരു ചെറിയ ലഹരികളൊക്കെ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ സ്കൂളുകളിലൊന്നും ആ കാലഘട്ടത്തിൽ ലഹരി മയക്കുമരുന്നോ പുകയിലയോ ലഹരിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. കേരളശ്ശേരി ഹൈസ്കൂളിലെ വിമുക്തി ക്ലബ്ബ്, ജാഗ്രത ബ്രിഗേഡ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, റബി അറബിക് ക്ലബ്ബ്, സംസ്കൃതം ക്ലബ്ബ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നീ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പാലളി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക P രാധിക അധ്യക്ഷത വഹിച്ചു. വിമുക്തി ക്ലബ്ബ് ഉദ്ഘാടനം, വിദ്യാർത്ഥി ബോധവൽക്കരണം, ലഹരി വിരുദ്ധ ബാഡ്ജ്, പോസ്റ്റർ പ്രദർശനം, പ്രതിജ്ഞ ചൊല്ലൽ, കടകളിൽ പോസ്റ്റർ പതിക്കൽ, വീടുകളിൽ ബോധവൽക്കരണം, സൈക്കിൾ റാലി എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു. 2024-25 വർഷത്തേക്കുള്ള വിമുക്തി ക്ലബ്ബ് ഭാരവാഹികളെ യോഗത്തിൽ പ്രഖ്യാപിച്ചു. ക്യാപ്റ്റനായി B ശ്രീയെയും സെക്രട്ടറിയായി YV നേഹ എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രിവന്റീവ് ഓഫീസർ KM സജീഷ്, സ്കൗട്ട്സ് മാസ്റ്ററും വിമുക്തി കോർഡിനേറ്ററുമായ VM നൌഷാദ്, ഗൈഡ്സ് ക്യാപ്റ്റൻ KK തുളസീദേവി, K കൃഷ്ണൻകുട്ടി, AT ഹരിപ്രസാദ്, വിമുക്തി ക്യാപ്റ്റൻ KU ഉണ്ണിമായ, K ഹരിണി എന്നിവർ സംസാരിച്ചു. KK അംബുജാക്ഷൻ സ്മൃതി പുരസ്കാരം VK ശ്രീധരന്. ഇതിലൂടെ കിണറിലുണ്ടാവും, കുളത്തിലുണ്ടാവും, പിന്നെ കായലില് പുഴയില് ഒക്കെ ഉണ്ടാവും. മലയിൽ ഇങ്ങനെ അവിടെ പെയ്യുന്ന വെള്ളമാണ് എന്ത് ചെയ്യുക, പുഴയായിട്ട് വരിക അല്ലേ മഴയില്. സാംസ്കാരിക പ്രവർത്തകനും ചരിത്രാന്വേഷകനും നാട്ടറിവ് വിദഗ്ധനുമായിരുന്ന KK അംബുജാക്ഷന്റെ പേരിൽ അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള 2024 പുരസ്കാരം അണ്ണലൂർ സ്വദേശി വാത്യാട്ട് ശ്രീധരന്. 4 പതിറ്റാണ്ടിന്റെ സാമൂഹിക, സാംസ്കാരിക, പാരിസ്ഥിതിക ആക്ടിവിസത്തിനാണ് അവാർഡ്. പ്രകൃതി ചികിത്സാ വിദഗ്ധൻ കൂടിയായിരുന്ന അംബുജാക്ഷന്റെ വ്യത്യസ്ത പ്രവർത്തന പന്ഥാവുകളിൽ സഹയാത്രികനും സജീവ പങ്കാളിയുമായിരുന്നു ശ്രീധരൻ. കുട്ടികൾ തൊട്ട് വയോജനങ്ങൾ വരെയും ചരിത്രം മുതൽ സാഹിത്യ സപര്യക്കപ്പുറവും ശ്രീധരൻ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ദേശീയതലം വരെയുള്ള 9 ബഹുമതികൾ കരസ്ഥമാക്കി. കേരള സംഗീത നാടക അക്കാദമി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന VK ശ്രീധരൻ ഇപ്പോൾ കില ഫാക്കൽറ്റിയും ഇൻസ്പയർ ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയുടെ സെക്രട്ടറിയുമാണ്. 17 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ജൂലൈ 28-ന് കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരദാനം നടക്കും എന്ന് KK അംബുജാക്ഷൻ അനുസ്മരണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണേഴത്ത്, കൺവീനർ CS തിലകൻ, ട്രഷറർ കിഷോർ ബാബു എന്നിവർ അറിയിച്ചു. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ഉത്തരവിൽ വീണ്ടും മാറ്റം വരുത്തി മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളുടെ പരിധി 18 വർഷത്തിൽ നിന്നും 22 വർഷമായി ഉയർത്തി. ടെസ്റ്റ് നടത്തുന്ന ഗ്രൗണ്ടിൽ ഇൻസ്ട്രക്ടർമാർ എത്തണമെന്ന് നിബന്ധനയില്ല എന്നിങ്ങനെയാണ് മാറ്റങ്ങൾ. CITU സമരത്തെ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ തീരുമാനമായത്. പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി 40 പേരെ മാത്രം പങ്കെടുപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിൽ ഭേദഗതി വരുത്തുന്നതാണ് നിലവിലെ മാറ്റം. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാകുന്നതുവരെ H ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. ഇടവേള. കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണ ആയിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ശക്തമായ മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു.
കുമരംപുത്തൂർ കുളപ്പാടം ചോലപ്പള്ളിയാലിൽ സുബ്രഹ്മണ്യന്റെ കിണർ മഴയിൽ താഴ്ന്നു. ഇന്നലെ വൈകിട്ട് 6:30 സംഭവം. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ ഓടിച്ചെന്നപ്പോഴാണ് കിണർ താഴ്ന്ന നിലയിൽ കണ്ടത്. പുതിയ വീടിനുള്ള തറപ്പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ഏകദേശം 12 റിങ്ങോളം ഉള്ള കിണറിൽ പകുതിയിലധികം വെള്ളം ഉണ്ടായിരുന്നു. 2 പേരുടെ മരണം. മുണ്ടക്കുന്നിൽ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രത. മുണ്ടക്കുന്ന് പട്ടികവർഗ ഗ്രാമത്തിൽ 2 പേർ മരിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് പരിശോധനയും മരുന്ന് വിതരണവും നടത്തി. ജില്ലാ പട്ടികവർഗ വികസന ഓഫീസറും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ശുദ്ധജലം അടക്കമുള്ള അടിസ്ഥാന ആവശ്യങ്ങളുടെ കെട്ടഴിച്ച് ഊരുകൂട്ടം. വകുപ്പുകളെ ഏകോപിപ്പിച്ച് സമഗ്രമായ നടപടിയെന്ന് അധികൃതരും വ്യക്തമാക്കി. ഇരുമ്പുകച്ചോല വെള്ളത്തോട്ടത്തിൽ നിന്ന് മുണ്ടക്കുന്നിലെത്തിയ ചെറിയ മാധന്റെ ഭാര്യ മാധവി 65, ചെറിയ വെള്ളയുടെ മകൾ മാതി 56 എന്നിവരാണ് 2 ദിവസങ്ങളിലായി മരിച്ചത്. മഞ്ഞപ്പിത്തം തുടങ്ങിയ ജലജന്യ രോഗങ്ങളെ തുടർന്നാണ് മരണമെന്നാണ് സൂചനകൾ. സംഭവത്തിൽ മന്ത്രി OR കേളു അടിയന്തര റിപ്പോർട്ട് തേടിയതിനെ തുടർന്നാണ് ജില്ലാ പട്ടികവർഗ വികസന ഓഫീസറുടെ പരിശോധനയും ആരോഗ്യവകുപ്പിന്റെ രംഗപ്രവേശവും. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ പണിത താൽക്കാലിക നടപ്പാതയും തകർന്നു. ഗായത്രിപ്പുഴയ്ക്ക് കുറുകെ കാവശ്ശേരി പത്തനാപുരം പാലം നിർമ്മിക്കുന്നതിനോടനുബന്ധിച്ച് താൽക്കാലികമായി നിർമ്മിച്ച നടപ്പാതയും തകർന്നു. ഇതോടെ പത്തനാപുരത്തുകാർ ഒറ്റപ്പെട്ടു. ഇതോടെ സ്കൂളുകളിലേക്കും മറ്റും പോകേണ്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ദുരിതത്തിലായി. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് താൽക്കാലികമായി നടപ്പാലം നിർമ്മിച്ചത്. ഇതിലേക്കുള്ള പാതയാണ് കനത്ത മഴയിൽ തകർന്നത്. കഴിഞ്ഞ മാസത്തെ ശക്തമായ മഴയിൽ ചെറുവാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വേണ്ടി നിർമ്മിച്ച പാത ഒഴുകിപ്പോയതിനെ തുടർന്നാണ് പുതിയ നടപ്പാത നിർമ്മിച്ച 2 ആഴ്ചയ്ക്ക് മുമ്പ് തുറന്നുകൊടുത്തത്. ഇതും തകർന്നതോടെ അത്തിപ്പറ്റ പാലം വഴിയോ ആലത്തൂർ വെങ്ങന്നൂർ വഴിയോ 10 കിലോമീറ്ററോളം ചുറ്റി വേണം പത്തനാപുരത്ത് എത്തുവാൻ. ശക്തമായ മഴയിൽ ഗായത്രിപ്പുഴ നിറഞ്ഞു. പുഴയിലെ തടയണകൾ കവിഞ്ഞൊഴുകി. പാടങ്ങളിലും വെള്ളം കയറി. എടാംപറമ്പ് തടയണ കവിഞ്ഞൊഴുകി. ഷട്ടർ തുറക്കേണ്ട സാഹചര്യമാണ്. പത്തനാപുരത്തെ നടപ്പാലം തകർന്നതോടെ പ്രദേശത്തുകാർ ഒറ്റപ്പെട്ടതായി കാവശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. 1500ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പത്തനാപുരത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പാലം തകർന്നത് വൻ ദുരിതമായിരിക്കുകയാണ്. പ്രദേശവാസികളുടെ ദുരിതം പരിഹരിക്കാൻ MP, MLA, തഹസിൽദാർ എന്നിവർ ഇടപെട്ട് നടപ്പാലം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. കാവശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, INTUC ജില്ലാ സെക്രട്ടറി തൃപ്പാളൂർ ശശി, ഉദയകുമാർ എന്നിവർ അധികൃതരോട് ആവശ്യപ്പെട്ടു. കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. മംഗലം ഡാം അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കനത്തതോടെ മംഗലം ഡാം അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു. 77.88 മീറ്റർ സംഭരണശേഷിയുള്ള അണക്കെട്ടിൽ ഇന്നലെ കാലത്ത് 8-ന് ജലനിരപ്പ് 75.73-ലെത്തി. ഡാമിന്റെ ബ്ലൂ അലർട്ട് ലെവൽ 76 മീറ്ററും ഓറഞ്ച് അലർട്ട് ലെവൽ 76.51 മീറ്ററുമാണ്. മഴ ശക്തമായി തുടർന്നാൽ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ഷട്ടറുകൾ തുറക്കുമെന്നും ഡാമിന്റെ താഴ്ഭാഗത്ത് ചെറുകുന്നം പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മഴ കുറവായിരുന്ന കഴിഞ്ഞ വർഷം ഈ സമയത്ത് അണക്കെട്ടിലെ ജലനിരപ്പ് 66.60 മീറ്റർ മാത്രമായിരുന്നു. സെപ്റ്റംബർ 27-നായിരുന്നു ഷട്ടറുകൾ തുറന്നത്. ഇനി ആരോഗ്യം. മസ്തിഷ്കത്തെ ഏറ്റവും ദുർബലപ്പെടുത്തുന്ന രോഗങ്ങളിൽ ഒന്നാണ് ബ്രെയിൻ ട്യൂമർ. തലച്ചോറിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക മുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വരെ ബുദ്ധിമുട്ടിലാക്കുന്ന നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്കും വൈകല്യങ്ങൾക്കും ഇത് കാരണമാകും. കുട്ടികളിൽ പ്രത്യക്ഷപ്പെടുന്ന ബ്രെയിൻ ട്യൂമർ തിരിച്ചറിയാൻ ശരീരം നൽകുന്ന സൂചനകൾ മാതാപിതാക്കൾ കണ്ടില്ലെന്ന് നടിക്കരുത്. വേഗത്തിലുള്ള രോഗനിർണയം കുട്ടികളുടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു. തലച്ചോറിലെ കോശങ്ങളുടെ അസാധാരണമായ വളർച്ചയാണ് ബ്രെയിൻ ട്യൂമർ. ഇത് അപകടകരമായത്
അപകടമില്ലാത്തത്, അർബുദത്തിന് കാരണമാകാത്തത്, വളർച്ചാ നിരക്ക് കുറഞ്ഞത് എന്നിങ്ങനെ 2 തരത്തിലുണ്ട്. രാവിലെയുള്ള കഠിനമായ തലവേദന, ഓക്കാനം എന്നിവയാണ് പ്രാരംഭഘട്ടത്തിലെ ലക്ഷണങ്ങൾ. ചികിത്സിച്ചില്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ ജീവൻ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലേക്ക് നയിച്ചേക്കാം. കുട്ടികളിൽ ബ്രെയിൻ ട്യൂമർ ലക്ഷണങ്ങളിൽ ഓക്കാനം, ഛർദി ഇത് പലപ്പോഴും ഇൻഫ്ലുവൻസ പോലുള്ളതിന്റെ ലക്ഷണങ്ങളാണെങ്കിലും സ്ഥിരമായ തലവേദനയ്ക്കൊപ്പം ഉണ്ടാകുന്നത് മസ്തിഷ്ക ട്യൂമറുമായി ബന്ധപ്പെട്ടതാണ്. രാവിലെ വഷളാകുകയും വിട്ടുമാറി നിൽക്കുന്നതുമായ തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടണം. ഇത് ചിലപ്പോൾ ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ടതാണ്. ബ്രെയിൻ സ്റ്റബിനോട് ചേർന്ന് ട്യൂമർ പ്രത്യക്ഷപ്പെടുന്നത് ശരീരത്തിന്റെ ബാലൻസ് മെക്കാനിസത്തെ താറുമാറാക്കാം. ഇത് കുട്ടികളിൽ ഏകോപന ബുദ്ധിമുട്ടുകൾക്കും അസന്തുലിതാവസ്ഥയ്ക്കും ഇടയാക്കും. ഇടയ്ക്കിടെ മൂട് മാറുന്നത്, എല്ലാത്തിൽ നിന്നും ഉൾവലിയുക, ആക്രമണ സ്വഭാവം തുടങ്ങിയ കുട്ടികളിലെ പ്രകടമായ മാറ്റങ്ങളും ബ്രെയിൻ ട്യൂമർ ലക്ഷണങ്ങളാകാറുണ്ട്. തലച്ചോറിന്റെ ഉപരിഭാഗത്തിൽ ട്യൂമർ പ്രത്യക്ഷപ്പെടുന്ന കുട്ടികളിൽ അപസ്മാരം ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും RPF എക്സൈസ് സംഘം കഞ്ചാവും വിദേശ മദ്യവും പിടികൂടി. മാർക്കറ്റ് റോഡ് നവീകരിക്കാത്തതിൽ കൗൺസിൽ ഹാളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മാലിന്യ സംസ്കരണ ബോധവൽക്കരണത്തിന് ഹ്രസ്വചിത്രവുമായി ജില്ലാ ശുചിത്വ മിഷൻ. അടിയന്തരാവസ്ഥാ പോരാളികളെ 2ാം സ്വാതന്ത്ര്യ സമര സേനാനികളായി പ്രഖ്യാപിക്കണമെന്ന് ബിഗ് ടീം ഫോറം. വാർത്തകൾക്ക് നമസ്കാരം.